ഏതൊരു സിനിമാ സ്നേഹിയും ആഗ്രഹിക്കുന്നത് പോലെ, ഏതൊരു സിനിമാ പ്രവർത്തകനും ആഗ്രഹിക്കുന്നത് പോലെ, ഏതൊരു തിയേറ്റർ തൊഴിലാളിയും മുതലാളിയും ആഗ്രഹിക്കുന്നത് പോലെ, തിയേറ്ററിൻ്റെ പുറത്ത് ചായക്കട നടത്തുന്ന ചേട്ടന്മാർ വരെ ആഗ്രഹിക്കുന്നത് പോലെ തിയേറ്ററുകൾ പൂരപ്പറമ്പായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്. അതിൻ്റെ ഒരു സുഖമുണ്ട്. തിയേറ്ററിൽ നമ്മൾ ചെല്ലുമ്പോൾ നിറഞ്ഞ കരഘോഷങ്ങൾക്കിടയിലിരുന്ന് സിനിമകൾ കാണുമ്പോൾ അതൊരു സന്തോഷമാണ്. എന്തായാലും അങ്ങനെ നിറഞ്ഞ സദസ്സിൽ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ കണ്ടു. ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ശരിക്കും ഡിസ്റ്റർബിങ് എന്ന ഒറ്റ വാക്കിലാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്നുവെച്ചാൽ സിനിമ കണ്ടല്ലോ എന്ന് ഓർത്തുള്ള ഡിസ്റ്റർബിങ് അല്ല, ആ സിനിമ ഉദ്ദേശിക്കുന്ന ഒരു ഫീലുണ്ട്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷനുണ്ട്. അത് അതുപോലെ എനിക്ക് വർക്കായി എന്നുള്ളതാണ്. ആ ഡിസ്റ്റർബൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് ഓരോ കാറ്റഗറി ഓഫ് ഓഡിയൻസിന് വേണ്ടി, ഓരോ കാറ്റഗറി ഓഫ് ഇമോഷൻസിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. നമ്മളതിനെ ജോൺറെ എന്നൊക്കെ പറയും. ഈ സിനിമ ഒരു സർവൈവൽ, അഡ്വഞ്ചർ, വയലൻറ്റ്, ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന എ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സിനിമയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഈ രക്തവും മാംസവും ഒക്കെയുള്ള ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും, ചിലർക്ക് കാണുമ്പോൾ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. ഞാൻ ആ പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് സിനിമ മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതൊരു സിനിമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പുറത്ത് കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുകയാണ്, അതിൻ്റെ ചില ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടു എന്നിരിക്കും, ക്ഷമിക്കുക. ഈ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു കഥയൊന്നുമല്ല. പറഞ്ഞു വരുമ്പോൾ വളരെ പ്രശസ്തമായ ചില സിനിമകളുടെ പേരുകൾ മനസ്സിലേക്ക് വരികയും ചെയ്യും. അത്യാവശ്യം പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ബംഗ്ലാവ്. ആ ബംഗ്ലാവിലേക്ക് 4 സുഹൃത്തുക്കൾ അവരുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കയറുകയാണ്. മാത്രമല്ല അതിനകത്ത് എന്തെങ്കിലും വിലപിടിപ്പുള്ളതുണ്ടെങ്കിൽ അടിച്ചു മാറ്റുകയും ചെയ്യാമല്ലോ. പക്ഷേ അവർ ചെന്നുപെടുന്നത് ഒരു ട്രാപ്പിലേക്കാണ്. അവിടെ അവരെ കാത്ത് ഒരു വലിയ ഭീകര സ്വത്വമുണ്ട്, ഒരു മോൺസ്റ്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. അവിടെ നിന്ന് അവർ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങൾ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളിലെയും പോലെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും അവിടെയുള്ള ഭീകര സ്വത്വം എന്താണെന്നുള്ളതും ഒക്കെ റിവീൽ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ആ സിനിമയിൽ സംഭവിക്കേണ്ടത്. സിനിമയിലെ പെർഫോമൻസുകൾ എനിക്ക് വളരെ മികച്ചതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ബംഗ്ലാവിലേക്ക് വന്നുപെടുന്ന 4 യുവാക്കൾ, വൈശാഖ് വിജയൻ, ആഷ്ലിൻ ജോസഫ്, ശ്രീറാം, ശ്രേയസ്, ഇവർ 4 പേരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ ആ ഒരു പേടിയിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഫീൽ ചെയ്യും, അതായത് ഗതികെട്ടുപോയി, പെട്ടുപോയി. മാത്രമല്ല ഞാൻ കാരണമാണല്ലോ ബാക്കിയുള്ളവർ പെട്ടുപോയത് എന്ന കുറ്റബോധം ഉണ്ടാകുന്ന ഒരാളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കൺവിൻസിങ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അവരെ അവിടെ കാത്തിരിക്കുന്ന ആ ഭീകര സ്വത്വത്തിനെ അവതരിപ്പിച്ചിരിക്കുന്ന വൈശാഖ്, നമ്മുടെ ആനന്ദത്തിലെ കുപ്പി, അവിടുന്ന് ആസ് ആൻ ആക്ടർ അയാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അയാൾ ചെയ്ത സിനിമകളിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഈ പറയുന്ന അയാളുടെ നമ്മൾ പറയുമല്ലോ ലാലേട്ടനെയൊക്കെ കുറിച്ച് വിരലുകൾ പോലും അഭിനയിക്കുന്ന എന്നൊക്കെ. പക്ഷേ ഈ വിരലുകളെയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാലാണെങ്കിലും കൈയാണെങ്കിലും അയാളുടെ ബോഡി മൂവ്മെൻറ്റ്സ് ആണെങ്കിലും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇയാൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ ബോഡി മൂവ്മെൻറ്റ്സ് എന്നുള്ളത്. കാര്യം അത്രയും വളഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന ആളുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്. അത് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ സാമീപ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ പുള്ളി കൊടുക്കുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് പറയാൻ. ഒരുപാട് ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുഴുവൻ കഥയും പറയേണ്ടി വരും. പിന്നെ നമുക്ക് ചിരപരിചിതമായ ചില മുഖങ്ങൾ കൂടി സിനിമയിൽ കാണുന്നുണ്ട്. അതിലൊന്ന് വളരെ സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് വൈസ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. ആ ഭീകരതയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, സൈലൻസിന് ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ എവിടെയോ ഒരു ലെയർ സൗണ്ട് മിസ്സിങ് ആയിരുന്നോ എന്നെനിക്ക് തോന്നി. അതായത് ഇവർ ഈ ഭീകരതയ്ക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ഒരു മ്യൂസിക്കിൽ ഇന്ന കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവുമെന്ന്. എവിടെയോ ഒരു ലെയർ മിസ്സായതുപോലെ. ഞാൻ ഈ സിനിമ കണ്ട തിയേറ്റർ എന്ന് പറയുന്നത് കാസർഗോഡ് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടുള്ളൊരു തിയേറ്ററാണ്. ഈ കേസ് പെട്ടിട്ട് പൊളിക്കാൻ പറ്റാതെ കിടക്കുന്ന വീടെന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഒറ്റപ്പെട്ട തിയേറ്ററാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും അത്ര സുഖകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒറ്റ സ്ക്രീൻ, അതും വളരെ ചെറിയൊരു സ്ക്രീൻ, അങ്ങനെ റൺ ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ സാറ്റിസ്ഫൈങ് ആയിരുന്നു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റും വളരെ നന്നായിരുന്നു. ക്യാമറ മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ. കാര്യം ഇതിൽ ഒരു ചെറിയ ഏരിയ ആണുള്ളത്, ഒരു 1-2 മുറികൾ മാത്രമൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണുക. പിന്നെ ആ ലൈറ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ചെറിയ സ്പേസിൽ ഈ മൂവ്മെൻറ്റ്സിനെ ഭീകരതയിലേക്ക് കൊണ്ടുവരിക, കാണിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഭീകരത, മാംസം, രക്തം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തേക്കുന്നതും വൃത്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് വർക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ എവിടെയോ ഒരു അത് മലയാള സിനിമയുടെ ഒരു മൊത്തത്തിലുള്ളൊരു കുഴപ്പമാണ്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ കളറിങ് സൈഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ
കുറേയും കൂടി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇവർ 4 പേര് അതിൽ പെട്ടു, അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി. ഒരു സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന പോലെ തോന്നി. കുറച്ചും കൂടി പെട്ടെന്ന് ആ ക്ലൈമാക്സിലേക്ക് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ആ നടന്നു പോകുന്ന സംഭവങ്ങളിൽ കുറച്ചും കൂടി ഒരു ഉദ്വേഗം കൂട്ടാമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി മികച്ച രീതിയിൽ അവർക്കത് ക്യാപ്ചർ ചെയ്യാനും കാര്യങ്ങൾ ഒരുക്കാനും ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു എക്സ്പീരിയൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്വലിലാണ് ഇതിൻ്റെ കുറേ കൂടി ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്, കളറിങ്ങിലും എഡിറ്റിങ്ങിലും ഒക്കെ. പരാജയപ്പെട്ടു എന്നല്ല, പക്ഷേ വളരെ അംബീഷ്യസ് ആയിട്ട് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും അവർ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് ചെയ്തതാണ്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് വളരെ ഉഴപ്പി ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്നുള്ളത്. അത് എൻ്റെ എന്തോ വലിയ കഴിവെന്നല്ല കേട്ടോ. ഏതൊരു പ്രേക്ഷകനും ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇവരിത് ഉഴപ്പി ചെയ്തതാണോ, അത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവാത്തതാണോ എന്ന്. ഇതിവർ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു അറ്റംപ്റ്റാണ്. പുതുമ അവകാശപ്പെടാനില്ലാത്ത ഒരു കഥയും വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സീക്വൻസുകളും ഇങ്ങനെയൊക്കെയാണ് ഇവർ രക്ഷപ്പെടാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കിതിലൊരു ത്രില്ലുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡ്രാഗ് ചെയ്ത് ലാഗ് അനുഭവപ്പെടുന്നത് പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയാനുള്ളൊരു ഫീലിലേക്ക് സിനിമ എത്തിയിട്ടില്ല ആസ് എ പ്രേക്ഷകൻ എന്നെ സംബന്ധിച്ച്. ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കാഴ്ചകൾ ഒരുപാട് ആളുകളെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുള്ളതായിരിക്കും. ആൻഡ് അഡൽട്ട്സ് ഓൺലി റേറ്റിംഗ് ഉള്ള സിനിമയാണ്, 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കുള്ള സിനിമയല്ല. ആൻഡ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.